രാവിലത്തേക്ക് പുട്ടും കടലക്കറിയാണേ. കടല ഞാൻ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടൊന്ന് തേങ്ങ ചിരണ്ടിയെടുക്കാമെന്ന്. തേങ്ങ വറുത്തരച്ച് ഞാനിന്ന് കടലക്കറി വെക്കുന്നത്. കുറച്ചധികം ദിവസമായി തേങ്ങ വറുത്തരച്ച് കടലക്കറി വെച്ചിട്ട്. ഇന്നിപ്പോൾ സമയമുള്ളതുകൊണ്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ വറുത്ത കൂടെ തന്നെ ഞാൻ മസാലയും കൂടെ ചേർത്ത്. നമ്മൾക്ക് മേടിക്കാൻ കിട്ടുന്ന മസാലയില്ലേ, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തേ. തേങ്ങ ഒരുവിധം മൂപ്പായി വന്നപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തു. കരിയാതെ എടുത്ത്. കഴിഞ്ഞ ദിവസം എനിക്കെല്ലാം കരിഞ്ഞു പോയെന്ന് അത് ശ്രദ്ധിച്ചാണ് ഞാൻ എടുത്തത്. ചൂടാറി കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തേ. വെള്ളം ചേർക്കാതെ കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. കടുക് പൊട്ടിച്ചിട്ട് സവോള നന്നായിട്ട് വാട്ടിയെടുത്തു. സവോള പെട്ടെന്ന് വെള്ളാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തായിരുന്നേ. സവോള ഒരുവിധം വന്നിട്ട് അതിലോട്ട് ഞാൻ തക്കാളിക്കാണ് ചേർത്തത്. കടലക്കറിക്ക് ഞാൻ തക്കാളിക്ക ചേർക്കും, പക്ഷേ ഇത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചേർക്കത്തില്ല. രണ്ട് നന്നായിട്ട് വണ്ട് വന്നപ്പോൾ അരപ്പും കൂടെ ചേർത്തു. ഞാൻ കറിക്ക് ശകലം കടലയും കൂടെ അരച്ച് ചേർക്കുക. കറിക്ക് ശകലം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കടല അരച്ച് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ കടലയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചിട്ട് അതങ്ങ് ഓഫാക്കി വെച്ചു. കടലക്കറി റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്ന് പുട്ടിന് പൊടി നനച്ചേക്കാമെന്ന് വിചാരിച്ചു. അതങ്ങ് നനച്ചെടുത്തേ. നമുക്കിവിടെ ചിരട്ട പുട്ട് പോലത്തെ ഒരു പുട്ട് പറ്റില്ല, അതാണ് നമുക്കുള്ളത്. നീളത്തിലുള്ളതില്ല. മിക്കവാറും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അത് ഈ കുക്കറിനകത്ത് കയറാൻ ശകലം പാടുണ്ട്. അതേ ഉള്ളൂ, കുഴപ്പമില്ല. പ്രത്യേകിച്ച് വേറെ ഒരു പുട്ടും കടലക്കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം പാത്രം കഴുകാൻ വേണ്ടി കിടപ്പുണ്ട്. അതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് കഴുകി വെച്ചേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.